എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് പഠിക്കുന്ന ഓരോ പുതിയ വാക്കുകളും കഥയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ടും എളുപ്പമായിരിക്കും. പിന്നെ ഇത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ റെഡ് അംബ്രല്ല, ചുവന്ന കുട. റെഡ് ചുവപ്പ് അല്ലെങ്കിൽ ചുവന്ന, അംബ്രല്ല കുട. ദ റെഡ് അംബ്രല്ല, ചുവന്ന കുട. രവി sat on a rusted bench at ഷൊർണൂർ ജംഗ്ഷൻ വെയിറ്റിംഗ് ഫോർ ദ ഡിലേഡ് മിഡ് നൈറ്റ് എക്സ്പ്രസ്. രവി ഷൊർണൂർ ജംഗ്ഷനിലെ തുരുമ്പിച്ച ഒരു ബെഞ്ചിലിരുന്ന് വൈകി ഓടുന്ന മിഡ് നൈറ്റ് എക്സ്പ്രസിനായി കാത്തിരിക്കുകയായിരുന്നു. രവി സാറ്റ് ഓൺ എ റസ്റ്റഡ് ബെഞ്ച്. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സാറ്റ്, ഇരുന്നു. രവി സാറ്റ്, രവി ഇരുന്നു. എവിടെയാണ് ഇരുന്നത്? ഓൺ എ റസ്റ്റഡ് ബെഞ്ച്. റസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പ്, അപ്പോൾ റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി അയൺ ഗേറ്റ് ഈസ് റസ്റ്റഡ്. അയൺ ഗേറ്റ് എന്ന് വെച്ചാൽ ഇരുമ്പ് ഗേറ്റ്. ദി അയൺ ഗേറ്റ് ഈസ് റസ്റ്റഡ്, ഇരുമ്പ് ഗേറ്റ് തുരുമ്പിച്ചിരിക്കുന്നു. അപ്പോൾ റസ്റ്റഡ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച ബെഞ്ച്. രവി സാറ്റ് ഓൺ എ റസ്റ്റഡ് ബെഞ്ച്. രവി തുരുമ്പിച്ച ഒരു ബെഞ്ചിലിരുന്നു. അതെവിടെയായിരുന്നു? അറ്റ് ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. രവി സാറ്റ് ഓൺ എ റസ്റ്റഡ് ബെഞ്ച് അറ്റ് ഷൊർണൂർ ജംഗ്ഷൻ. രവി ഷൊർണൂർ ജംഗ്ഷനിലെ തുരുമ്പിച്ച ഒരു ബെഞ്ചിലിരുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വെയിറ്റിംഗ് ഫോർ ദ ഡിലേഡ് മിഡ് നൈറ്റ് എക്സ്പ്രസ്. വെയിറ്റിംഗ് ഫോർ, കാത്തിരിക്കുകയായിരുന്നു. ഡിലേ എന്ന് പറഞ്ഞാൽ വൈകൽ അല്ലെങ്കിൽ താമസം എന്നൊക്കെയാണ് അർത്ഥം. ഡിലേഡ് എന്ന് വെച്ചാൽ വൈകിയ അല്ലെങ്കിൽ താമസിച്ച. മിഡ് നൈറ്റ് എക്സ്പ്രസ്, മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി. മിഡ് നൈറ്റ് എക്സ്പ്രസ്, അർദ്ധരാത്രിയിലെ എക്സ്പ്രസ് ട്രെയിൻ. വെയിറ്റിംഗ് ഫോർ ദ ഡിലേഡ് മിഡ് നൈറ്റ് എക്സ്പ്രസ്, വൈകി ഓടുന്ന മിഡ് നൈറ്റ് എക്സ്പ്രസിനായി കാത്തിരിക്കുന്നു. രവി സാറ്റ് ഓൺ എ റെസ്റ്റഡ് ബെഞ്ച് അറ്റ് ഷൊർണൂർ ജംഗ്ഷൻ വെയിറ്റിംഗ് ഫോർ ദ ഡിലേഡ് മിഡ് നൈറ്റ് എക്സ്പ്രസ്. രവി ഷൊർണൂർ ജംഗ്ഷനിലെ തുരുമ്പിച്ച ഒരു ബെഞ്ചിലിരുന്ന് വൈകി ഓടുന്ന മിഡ് നൈറ്റ് എക്സ്പ്രസിനായി കാത്തിരിക്കുകയായിരുന്നു. The platform was deserted, save for a woman standing far down at the edge, holding a bright red umbrella, despite the rain having stopped hours ago. മണിക്കൂറുകൾക്ക് മുമ്പേ മഴ തോർന്നിട്ടും ദൂരെ ഒരിടത്ത് ചുവന്ന കുടയും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ഒഴികെ ആ പ്ലാറ്റ്ഫോമിൽ മറ്റാരുമുണ്ടായിരുന്നില്ല. ദ പ്ലാറ്റ്ഫോം വാസ് ഡിസേർട്ടഡ്. ഡിസേർട്ടഡ് എന്ന് വെച്ചാൽ വിജനമായ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ദ പ്ലാറ്റ്ഫോം വാസ് ഡിസേർട്ടഡ്, പ്ലാറ്റ്ഫോം വിജനമായിരുന്നു അല്ലെങ്കിൽ ആളൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. സേവ് ഫോർ എ വുമൻ സ്റ്റാൻഡിങ് ഫാർ ഡൗൺ അറ്റ് ദി എഡ്ജ്. സേവ് ഫോർ എന്ന് വെച്ചാൽ ഇവിടെ ഒഴികെയെന്നാണ് അർത്ഥം. സേവ് ഫോർ എ വുമൻ, വുമൻ സ്ത്രീ. സേവ് ഫോർ എ വുമൻ, ഒരു സ്ത്രീ ഒഴികെ. സ്റ്റാൻഡിങ് ഫാർ ഡൗൺ അറ്റ് ദി എഡ്ജ്, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഫാർ ഡൗൺ എന്ന് വെച്ചാൽ ഏറെ ദൂരെ, അതായത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ ദൂരെയുള്ള ഒരിടം. എഡ്ജ് എന്ന് പറഞ്ഞാൽ അറ്റം അല്ലെങ്കിൽ വക്ക് എന്നൊക്കെയാണ് അർത്ഥം. അറ്റ് ദി എഡ്ജ്, അറ്റത്ത് അല്ലെങ്കിൽ വക്കിൽ. സേവ് ഫോർ എ വുമൻ സ്റ്റാൻഡിങ് ഫാർ ഡൗൺ അറ്റ് ദി എഡ്ജ്, അങ്ങേയറ്റത്ത് വക്കിലായി നിൽക്കുന്ന ഒരു സ്ത്രീ ഒഴികെ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹോൾഡിങ് എ ബ്രൈറ്റ് റെഡ് അംബ്രല്ല. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക, ബ്രൈറ്റ് തിളക്കമുള്ള അല്ലെങ്കിൽ തെളിച്ചമുള്ള. റെഡ് അംബ്രല്ല, ചുവന്ന കുട. ഹോൾഡിംഗ് എ ബ്രൈറ്റ് റെഡ് അംബ്രല്ല, ഒരു തിളക്കമുള്ള ചുവന്ന കുട പിടിച്ചുകൊണ്ട്. സേവ് ഫോർ എ വുമൻ സ്റ്റാൻഡിങ് ഫാർ ഡൗൺ അറ്റ് ദി എഡ്ജ് ഹോൾഡിംഗ് എ ബ്രൈറ്റ് റെഡ് അംബ്രല്ല. ദൂരെ ഒരിടത്ത് ചുവന്ന കുടയും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ഒഴികെ. ഡിസ്പൈറ്റ് ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ് അവേഴ്സ് എഗോ. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, ആയിട്ടും, ഇതൊക്കെയാണ് അർത്ഥം. ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ്, റെയിൻ മഴ. ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ്, മഴ നിന്നു കഴിഞ്ഞു അല്ലെങ്കിൽ മഴ തോർന്നു. എക്കോ മുമ്പ്. അവേഴ്സ് എക്കോ എന്ന് വെച്ചാൽ മണിക്കൂറുകൾക്ക് മുമ്പ്. ഡിസ്പൈറ്റ് ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ് അവേഴ്സ് എക്കോ, മണിക്കൂറുകൾക്ക് മുമ്പേ മഴ തോർന്നിട്ടും. ദ പ്ലാറ്റ്ഫോം വാസ് ഡിസേർട്ടഡ്, സേവ് ഫോർ എ വുമൻ സ്റ്റാൻഡിങ് ഫാർ ഡൗൺ അറ്റ് ദി എഡ്ജ് ഹോൾഡിംഗ് എ ബ്രൈറ്റ് റെഡ് അംബ്രല്ല ഡിസ്പൈറ്റ് ദ റെയിൻ ഹാവിങ് സ്റ്റോപ്ഡ് അവേഴ്സ് എക്കോ. മണിക്കൂറുകൾക്ക് മുമ്പേ മഴ തോർന്നിട്ടും ദൂരെ ഒരിടത്ത് ചുവന്ന കുടയും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ഒഴികെ ആ പ്ലാറ്റ്ഫോമിൽ മറ്റാരുമുണ്ടായിരുന്നില്ല.
As the train's distant whistle echoed, the woman began walking toward him. She wasn't walking on the platform. She was dragging something heavy behind her. A long, black plastic bag. അകലെ നിന്നുള്ള ട്രെയിനിൻ്റെ വിസിൽ ശബ്ദം മുഴങ്ങിയപ്പോൾ ആ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. അവൾ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നില്ല നടന്നിരുന്നത്. ഭാരമുള്ള എന്തോ ഒന്ന് അവൾ പുറകിലൂടെ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു. നീളമുള്ള ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ. ആസ് ദ ട്രെയിൻസ് ഡിസ്റ്റൻറ്റ് വിസിൽ എക്കോഡ്. ആസ് യൂസ് ചെയ്തിട്ടുള്ളത് സമയത്ത് അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ പറയാനായിട്ടാണ്. ദ ട്രെയിൻസ് ഡിസ്റ്റൻറ്റ് വിസിൽ. ഡിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അകലെ അല്ലെങ്കിൽ വിദൂരമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡിസ്റ്റൻറ്റ് വിസിൽ എന്ന് പറഞ്ഞാൽ അകലെ നിന്നുള്ള വിസിൽ. എക്കോഡ്. എക്കോ എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കുക അല്ലെങ്കിൽ മുഴങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. എക്കോഡ് മുഴങ്ങി അല്ലെങ്കിൽ പ്രതിധ്വനിച്ചു. ആസ് ദ ട്രെയിൻസ് ഡിസ്റ്റൻറ്റ് വിസിൽ എക്കോഡ്. അകലിൽ നിന്നുള്ള ട്രെയിനിൻ്റെ വിസിൽ ശബ്ദം മുഴങ്ങിയപ്പോൾ ദ വുമൺ ബിഗാൻ വാക്കിംഗ് ടുവേർഡ് ഹിം. ദ വുമൺ ആ സ്ത്രീ. ബിഗാൻ. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലെങ്കിൽ ആരംഭിക്കുക എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ ലെറ്റ്സ് ബിഗിൻ എന്നൊക്കെ പറയാറില്ലേ, നമുക്ക് തുടങ്ങാം. ഈ ബിഗിൻ്റെ പാസ്റ്റാണ് ബിഗാൻ, തുടങ്ങി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ റെയിൻ ബിഗാൻ, മഴ തുടങ്ങി. ദ വുമൺ ബിഗാൻ വാക്കിംഗ്. വാക്ക് നടക്കുക. ദ വുമൺ ബിഗാൻ വാക്കിംഗ്. ആ സ്ത്രീ നടന്നു തുടങ്ങി. എങ്ങോട്ടാണ് നടന്നത്? ടുവേർഡ് ഹിം. ടുവേർഡ് എന്ന് വെച്ചാൽ അടുത്തേക്ക് അല്ലെങ്കിൽ നേർക്ക് എന്നൊക്കെയാണ് അർത്ഥം. ടുവേർഡ് ഹിം അവൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അവൻ്റെ നേർക്ക്. ദ വുമൺ ബിഗാൻ വാക്കിംഗ് ടുവേർഡ് ഹിം. ആ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. ഷീ വാസൻറ്റ് വാക്കിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം. ഷീ വാസൻറ്റ് വാക്കിംഗ്. വാസൻറ്റ് എന്ന് വെച്ചാൽ ആയിരുന്നില്ല. ഷീ വാസൻറ്റ് വാക്കിംഗ്. അവൾ നടക്കുകയായിരുന്നില്ല. ഓൺ ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ. ഷീ വാസൻറ്റ് വാക്കിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം. അവൾ പ്ലാറ്റ്ഫോമിൽ നടക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നില്ല നടന്നിരുന്നത്. ഷീ വാസ് ഡ്രാഗിങ് സംതിങ് ഹെവി ബിഹൈൻഡ് ഹെർ. ഷീ വാസ് ഡ്രാഗിങ്. ഡ്രാഗ് എന്ന് വെച്ചാൽ വലിക്കുക അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുന്നു അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുവരുന്നു. ഷീ വാസ് ഡ്രാഗിങ്. അവൾ വലിച്ചുകൊണ്ടിരുന്നു. സംതിങ് ഹെവി. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് അല്ലെങ്കിൽ ഏതോ ഒന്ന്. ഹെവി ഭാരമുള്ള. സംതിങ് ഹെവി ഭാരമുള്ള എന്തോ ഒന്ന്. ബിഹൈൻഡ് ഹെർ. ബിഹൈൻഡ് എന്ന് വെച്ചാൽ പുറകിൽ അല്ലെങ്കിൽ പിന്നിലായി. ബിഹൈൻഡ് ഹെർ അവളുടെ പുറകിലായി. ഷീ വാസ് ഡ്രാഗിങ് സംതിങ് ഹെവി ബിഹൈൻഡ് ഹെർ. ഭാരമുള്ള എന്തോ ഒന്ന് അവൾ പുറകിലൂടെ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു. എ ലോങ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. ലോങ് നീളമുള്ള അല്ലെങ്കിൽ നീളമേറിയ. ബ്ലാക്ക് കറുത്ത. പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക് കവർ. എ ലോങ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് നീളമുള്ള ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ. ആസ് ദ ട്രെയിൻസ് ഡിസ്റ്റൻറ്റ് വിസിൽ എക്കോഡ് ദ വുമൻ ബിഗാൻ വാക്കിംഗ് ടുവേർഡ് ഹിം. ഷീ വാസൻറ്റ് വാക്കിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം. ഷീ വാസ് ഡ്രാഗിങ് സംതിങ് ഹെവി ബിഹൈൻഡ് ഹെർ. എ ലോങ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്. അകലിൽ നിന്നുള്ള ട്രെയിനിൻ്റെ വിസിൽ ശബ്ദം മുഴങ്ങിയപ്പോൾ ആ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. അവൾ പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നില്ല നടന്നിരുന്നത്. ഭാരമുള്ള എന്തോ ഒന്ന് അവൾ പുറകിലൂടെ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു. നീളമുള്ള ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ. പാനിക് സർജ്ഡ് ഇൻ രവി. ഹി ലുക്ക്ഡ് അറൗണ്ട് ഫോർ ദ സ്റ്റേഷൻ മാസ്റ്റർ. ബട്ട് ദി ഓഫീസ് വാസ് ഡാർക്ക്. ദ വുമൺ സ്റ്റോപ്ഡ് 10 feet away. Under the red umbrella, her face was hidden in shadow, but she held out a gold ring. രവിയിൽ പെട്ടെന്ന് പരിഭ്രാന്തി ആഞ്ഞടിച്ചു. അവൻ സ്റ്റേഷൻ മാസ്റ്റർക്കായി ചുറ്റും നോക്കിയെങ്കിലും ഓഫീസ് ഇരുട്ടിലായിരുന്നു. ആ സ്ത്രീ 10 അടി ദൂരെയായി നിന്നു. ചുവന്ന കുടയ്ക്ക് താഴെ അവളുടെ മുഖം നിഴലിൽ മറഞ്ഞിരിക്കുകയായിരുന്നുവെങ്കിലും അവളൊരു സ്വർണ്ണമോതിരം നീട്ടിപ്പിടിച്ചിരുന്നു. പാനിക് സർജ്ഡ് ഇൻ രവി. പാനിക് എന്ന് വെച്ചാൽ പരിഭ്രാന്തി അല്ലെങ്കിൽ ഭയം എന്നൊക്കെയാണ് അർത്ഥം. സർജ്ഡ് ആഞ്ഞടിച്ചു അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായി. പാനിക് സർജ്ഡ് പരിഭ്രാന്തി ആഞ്ഞടിച്ചു. പാനിക് സർജ്ഡ് ഇൻ രവി. രവിയിൽ പരിഭ്രാന്തി ആഞ്ഞടിച്ചു അല്ലെങ്കിൽ രവി പെട്ടെന്ന് വല്ലാതെ ഭയപ്പെട്ടു. ഹി ലുക്ക്ഡ് അറൗണ്ട് ഫോർ ദ സ്റ്റേഷൻ മാസ്റ്റർ. ലുക്ക് നോക്കുക. ഹി ലുക്ക്ഡ് അവൻ നോക്കി. അറൗണ്ട് ചുറ്റും. ഫോർ ദ സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്റർക്കായി.
ഹി ലുക്ക്ഡ് അറൗണ്ട് ഫോർ ദ സ്റ്റേഷൻ മാസ്റ്റർ. അവൻ സ്റ്റേഷൻ മാസ്റ്റർക്കായി ചുറ്റും നോക്കി. ബട്ട് ദി ഓഫീസ് വാസ് ഡാർക്ക്. ബട്ട് പക്ഷേ, ഡാർക്ക് ഇരുട്ട്. ബട്ട് ദി ഓഫീസ് വാസ് ഡാർക്ക്. പക്ഷേ ഓഫീസ് ഇരുട്ടിലായിരുന്നു. ദ വുമൻ സ്റ്റോപ്ഡ് 10 feet away. ദ വുമൻ, ആ സ്ത്രീ, സ്റ്റോപ്ഡ്, നിന്നു. ദ വുമൻ സ്റ്റോപ്ഡ്, ആ സ്ത്രീ നിന്നു. എവിടെ നിന്നത്? 10 feet away. 10 feet എന്ന് വെച്ചാൽ 10 അടി. അവേ എന്ന് പറഞ്ഞാൽ അകലെ അല്ലെങ്കിൽ ദൂരെ എന്നൊക്കെയാണ് അർത്ഥം. 10 feet away, 10 അടി അകലെ. ദ വുമൻ സ്റ്റോപ്ഡ് 10 feet away. ആ സ്ത്രീ 10 അടി ദൂരെയായി നിന്നു. അണ്ടർ ദ റെഡ് അംബ്രല്ല ഹെർ ഫേസ് വാസ് ഹിഡൻ ഇൻ ഷാഡോ ബട്ട് ഷീ ഹെൽഡ് ഔട്ട് എ ഗോൾഡ് റിംഗ്. അണ്ടർ ദ റെഡ് അംബ്രല്ല. അണ്ടർ എന്ന് വെച്ചാൽ താഴെ അല്ലെങ്കിൽ കീഴിൽ. റെഡ് അംബ്രല്ല ചുവന്ന കുട. അണ്ടർ ദ റെഡ് അംബ്രല്ല, ചുവന്ന കുടയ്ക്ക് താഴെ. ഹെർ ഫേസ്, അവളുടെ മുഖം. വാസ് ഹിഡൻ. ഹിഡൻ എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ഹെർ ഫേസ് വാസ് ഹിഡൻ, അവളുടെ മുഖം മറഞ്ഞിരിക്കുന്നു. ഇൻ ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. ഇൻ ഷാഡോ, നിഴലിൽ. അണ്ടർ ദ റെഡ് അംബ്രല്ല ഹെർ ഫേസ് വാസ് ഹിഡൻ ഇൻ ഷാഡോ. ചുവന്ന കുടയ്ക്ക് താഴെ അവളുടെ മുഖം നിഴലിൽ മറഞ്ഞിരിക്കുന്നു. ബട്ട് ഷീ ഹെൽഡ് ഔട്ട് എ ഗോൾഡ് റിംഗ്. ബട്ട് പക്ഷേ, ഹെൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നീട്ടിപ്പിടിച്ചു എന്നാണ് അർത്ഥം. ബട്ട് ഷീ ഹെൽഡ് ഔട്ട്, പക്ഷേ അവൾ നീട്ടിപ്പിടിച്ചു. എന്താ നീട്ടിപ്പിടിച്ചത്? എ ഗോൾഡ് റിംഗ്, ഒരു സ്വർണ്ണ മോതിരം. അണ്ടർ ദ റെഡ് അംബ്രല്ല ഹെർ ഫേസ് വാസ് ഹിഡൻ ഇൻ ഷാഡോ ബട്ട് ഷീ ഹെൽഡ് ഔട്ട് എ ഗോൾഡ് റിംഗ്. ചുവന്ന കുടയ്ക്ക് താഴെ അവളുടെ മുഖം നിഴലിൽ മറഞ്ഞിരിക്കുകയായിരുന്നുവെങ്കിലും അവൾ ഒരു സ്വർണ്ണ മോതിരം നീട്ടിപ്പിടിച്ചിരുന്നു. പാനിക് സർജ്ഡ് ഇൻ രവി. ഹി ലുക്ക്ഡ് അറൗണ്ട് ഫോർ ദ സ്റ്റേഷൻ മാസ്റ്റർ ബട്ട് ദി ഓഫീസ് വാസ് ഡാർക്ക്. ദ വുമൻ സ്റ്റോപ്ഡ് 10 feet away. അണ്ടർ ദ റെഡ് അംബ്രല്ല ഹെർ ഫേസ് വാസ് ഹിഡൻ ഇൻ ഷാഡോ ബട്ട് ഷീ ഹെൽഡ് ഔട്ട് എ ഗോൾഡ് റിംഗ്. രവിയിൽ പെട്ടെന്ന് പരിഭ്രാന്തി ആഞ്ഞടിച്ചു. അവൻ സ്റ്റേഷൻ മാസ്റ്റർക്കായി ചുറ്റും നോക്കിയെങ്കിലും ഓഫീസ് ഇരുട്ടിലായിരുന്നു. ആ സ്ത്രീ 10 അടി ദൂരെയായി നിന്നു. ചുവന്ന കുടയ്ക്ക് താഴെ അവളുടെ മുഖം നിഴലിൽ മറഞ്ഞിരിക്കുകയായിരുന്നുവെങ്കിലും അവൾ ഒരു സ്വർണ്ണ മോതിരം നീട്ടിപ്പിടിച്ചിരുന്നു. രവി ഗ്യാസ്പ്ഡ്. ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് വെഡ്ഡിംഗ് റിംഗ്. ദ വൺ ഷി വാസ് വെയറിംഗ് വെൻ ഷി വെൻറ്റ് മിസ്സിംഗ് 2 days ago. രവി കിതച്ചു, അല്ലെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചു. അതവൻ്റെ ഭാര്യയുടെ വിവാഹമോതിരമായിരുന്നു. 2 ദിവസം മുമ്പ് അവൾ കാണാതായപ്പോൾ ധരിച്ചിരുന്ന അതേ മോതിരം. രവി ഗ്യാസ്പ്ഡ്. ഗ്യാസ്പ്ഡ്, ശ്വാസം അടക്കി പിടിച്ചു, അമ്പരന്നു, കിതച്ചു, ഇതൊക്കെയാണ് അർത്ഥം. അതായത് അപ്രതീക്ഷിതമായൊരു കാര്യം കാണുമ്പോഴുണ്ടാകുന്ന ശ്വാസമുട്ടൽ അല്ലെങ്കിൽ കിതപ്പ്. രവി ഗ്യാസ്പ്ഡ്, രവി കിതച്ചു. ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് വെഡ്ഡിംഗ് റിംഗ്. ഇറ്റ്, അത്, വാസ്, ആയിരുന്നു. ഇറ്റ് വാസ്, അതായിരുന്നു. ഹിസ് വൈഫ്സ്, അവൻ്റെ ഭാര്യയുടെ. വെഡ്ഡിംഗ് റിംഗ്, വിവാഹമോതിരം. ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് വെഡ്ഡിംഗ് റിംഗ്. അതവൻ്റെ ഭാര്യയുടെ വിവാഹമോതിരമായിരുന്നു. ദ വൺ ഷി വാസ് വെയറിംഗ് വെൻ ഷി വെൻറ്റ് മിസ്സിംഗ് 2 days ago. ദ വൺ ഷി വാസ് വെയറിംഗ്. വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. വെയറിംഗ്, ധരിച്ചിരുന്നു. ദ വൺ ഷി വാസ് വെയറിംഗ്, അവൾ ധരിച്ചിരുന്നത്. വെൻ ഷി വെൻറ്റ് മിസ്സിംഗ് 2 days ago. വെൻ, അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. വെൻറ്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കാണാതായി അല്ലെങ്കിൽ കാണാതായി പോയി എന്നൊക്കെയാണ് അർത്ഥം. വെൻ ഷീ വെൻറ്റ് മിസ്സിംഗ്, അവൾ കാണാതായപ്പോൾ. 2 days ago. 2 days, 2 ദിവസം. ago, മുമ്പ്. 2 days ago, 2 ദിവസം മുമ്പ്. വെൻ ഷീ വെൻറ്റ് മിസ്സിംഗ് 2 days ago. 2 ദിവസം മുമ്പ് അവളെ കാണാതായപ്പോൾ. രവി ഗ്യാസ്പ്ഡ്. ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് വെഡ്ഡിംഗ് റിംഗ്. ദ വൺ ഷീ വാസ് വെയറിംഗ് വെൻ ഷീ വെൻറ്റ് മിസ്സിംഗ് 2 days ago. രവി കിതച്ചു, അല്ലെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചു. അതവൻ്റെ ഭാര്യയുടെ വിവാഹമോതിരമായിരുന്നു. 2 ദിവസം മുമ്പ് അവൾ കാണാതായപ്പോൾ ധരിച്ചിരുന്ന അതേ മോതിരം. ദ വുമൻ പോയിൻറ്റഡ് ടു ദ പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് വിസ്പേർഡ് ഇൻ എ വോയിസ് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രൈൻഡിങ് സ്റ്റോൺസ്. യു ഫോഗോട്ട് ടു ഫിനിഷ് ദ ജോബ് രവി. ആ സ്ത്രീ പ്ലാസ്റ്റിക് ബാഗിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കല്ലുകൾ തമ്മിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തിൽ മന്ത്രിച്ചു. രവി, നീ ആ ജോലി പൂർത്തിയാക്കാൻ മറന്നുപോയി. ദ വുമൻ പോയിൻറ്റഡ് ടു ദ പ്ലാസ്റ്റിക് ബാഗ്. ദ വുമൻ, ആ സ്ത്രീ. പോയിൻറ്റഡ് എന്ന് വെച്ചാൽ വിരൽ ചൂണ്ടി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു. ദ വുമൻ പോയിൻറ്റഡ്, ആ സ്ത്രീ വിരൽ ചൂണ്ടി. ടു ദ പ്ലാസ്റ്റിക് ബാഗ്.
പ്ലാസ്റ്റിക് ബാഗിലേക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലേക്ക്. ആൻഡ് വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് വെച്ചാൽ മന്ത്രിച്ചു അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആൻഡ് വിസ്പേർഡ് മന്ത്രിച്ചു. ഇൻ എ വോയിസ് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രൈൻഡിങ് സ്റ്റോൺസ്. വോയിസ് ശബ്ദം. ഇൻ എ വോയിസ് ഒരു ശബ്ദത്തിൽ. ദാറ്റ് സൗണ്ടഡ് ലൈക്ക്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം. സൗണ്ടഡ് എന്ന് പറഞ്ഞാൽ തോന്നിച്ചു, ശബ്ദിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ലൈക്ക് പോലെ. സൗണ്ടഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ തോന്നിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, ദാറ്റ് സൗണ്ടഡ് ലൈക്ക് എ ഗുഡ് ഐഡിയ. അതൊരു നല്ല ഐഡിയയായി അല്ലെങ്കിൽ നല്ല ആശയമായി തോന്നിച്ചു. ഇവിടെ ദാറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രൈൻഡിങ് സ്റ്റോൺസ്. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ അരയ്ക്കുക അല്ലെങ്കിൽ പൊടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സ്റ്റോൺ കല്ല്. ഗ്രൈൻഡിങ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ അരയ്ക്കുന്നത് അല്ലെങ്കിൽ കല്ലുകൾ ഉരസുന്നത്. അത്രയും പരുക്കൻ ശബ്ദമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിസ്പേർഡ് ഇൻ എ വോയിസ് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രൈൻഡിങ് സ്റ്റോൺസ്. കല്ലുകൾ തമ്മിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തിൽ മന്ത്രിച്ചു. യു ഫോഗോട്ട് ടു ഫിനിഷ് ദ ജോബ് രവി. ഫോഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഫോഗോട്ട്, മറന്നു. യു ഫോഗോട്ട് നീ മറന്നു. ടു ഫിനിഷ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. ടു ഫിനിഷ് പൂർത്തിയാക്കാൻ. ദ ജോബ് ആ ജോലി. യു ഫോഗോട്ട് ടു ഫിനിഷ് ദ ജോബ് രവി. രവി നീ ആ ജോലി പൂർത്തിയാക്കാൻ മറന്നുപോയി. ദ വുമൻ പോയിൻറ്റഡ് ടു ദ പ്ലാസ്റ്റിക് ബാഗ് ആൻഡ് വിസ്പേർഡ് ഇൻ എ വോയിസ് ദാറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രൈൻഡിങ് സ്റ്റോൺസ്. യു ഫോഗോട്ട് ടു ഫിനിഷ് ദ ജോബ് രവി. ആ സ്ത്രീ പ്ലാസ്റ്റിക് ബാഗിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കല്ലുകൾ തമ്മിൽ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തിൽ മന്ത്രിച്ചു. രവി നീ ആ ജോലി പൂർത്തിയാക്കാൻ മറന്നുപോയി. രവി ഫെൽറ്റ് എ കോൾഡ് ചിൽ. He realized then that he wasn't the hero of the story. He looked at his own hands. They were covered in dried mud. The train light blinded him, and when he blinked, the woman was gone. But the black bag was now lying at his feet. രവിക്ക് ആകെ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. താൻ ഈ കഥയിലെ നായകനല്ലെന്ന് അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അവൻ സ്വന്തം കൈകളിലേക്ക് നോക്കി. അവ ഉണങ്ങിയ മണ്ണിൽ കുതിർന്നിരുന്നു. ട്രെയിനിൻ്റെ വെളിച്ചം അവൻ്റെ കണ്ണുകളെ ചിമ്മിപ്പിച്ചു. അവൻ കണ്ണുകൾ ചിമ്മിയപ്പോഴേക്കും ആ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു. പക്ഷേ ആ കറുത്ത ബാഗ് ഇപ്പോൾ അവൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. രവി ഫെൽറ്റ് എ കോൾഡ് ചിൽ. ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക. അതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, തോന്നി അല്ലെങ്കിൽ അനുഭവപ്പെട്ടു. കോൾഡ് ചിൽ എന്ന് പറഞ്ഞാൽ പേടി വരുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന പെട്ടെന്നുള്ള തണുപ്പ് അല്ലെങ്കിൽ വിറയലാണ്. രവി ഫെൽറ്റ് എ കോൾഡ് ചിൽ. രവിക്ക് ഒരു തണുത്ത വിറയൽ അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെട്ടു. ഹി റിയലൈസ്ഡ് ദെൻ ദാറ്റ് ഹി വാസ് ഇൻ ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. ഹി റിയലൈസ്ഡ്. റിയലൈസ്ഡ് എന്ന് വെച്ചാൽ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ മനസ്സിലാക്കി. ഹി റിയലൈസ്ഡ് അവൻ തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞത്? ദാറ്റ് ഹി വാസ് ഇൻ ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. ഹി വാസ് ഇൻ അവൻ ആയിരുന്നില്ല. ദ ഹീറോ. ഹീറോ എന്ന് വെച്ചാൽ നായകൻ. ദ ഹീറോ നായകൻ. ഓഫ് ദിസ് സ്റ്റോറി ഈ സ്റ്റോറിയുടെ അല്ലെങ്കിൽ ഈ കഥയിലെ. ഹി വാസൻറ്റ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. ഈ കഥയിലെ നായകൻ അവനായിരുന്നില്ല. ഹി റിയലൈസ്ഡ് ദെൻ ദാറ്റ് ഹി വാസൻറ്റ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. താൻ ഈ കഥയിലെ നായകനല്ലെന്ന് അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് ഓൺ ഹാൻഡ്സ്. ദേ വർ കവേർഡ് ഇൻ ഡ്രൈഡ് മഡ്. ഹി ലുക്ക്ഡ്. ലുക്ക് നോക്കുക. ഹി ലുക്ക്ഡ് അവൻ നോക്കി. അറ്റ് ഹിസ് ഓൺ ഹാൻഡ്സ്. ഓൺ സ്വന്തം. ഹാൻഡ്സ് കൈകൾ. അറ്റ് ഹിസ് ഓൺ ഹാൻഡ്സ് അവൻ്റെ സ്വന്തം കൈകൾ. ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് ഓൺ ഹാൻഡ്സ് അവൻ സ്വന്തം കൈകളിലേക്ക് നോക്കി. ദേ വർ കവേർഡ് ഇൻ ഡ്രൈഡ് മഡ്. കവേർഡ് ഇൻ പൊതിഞ്ഞിരുന്നു അല്ലെങ്കിൽ പുരണ്ടിരുന്നു. ഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ. മഡ് ചെളി അല്ലെങ്കിൽ മണ്ണ്. ഡ്രൈഡ് മഡ് എന്ന് വെച്ചാൽ ഉണങ്ങിയ മണ്ണ് അല്ലെങ്കിൽ ഉണങ്ങിയ ചെളി. ദേ വർ കവേർഡ് ഇൻ ഡ്രൈഡ് മഡ് അവ ഉണങ്ങിയ മണ്ണിൽ കുതിർന്നിരുന്നു. The train light blinded him, and when he blinked, the woman was gone. But the black bag was now lying at his feet. The train light blinded him. Train light, ട്രെയിനിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വെളിച്ചം. Blinded him. Blinded him എന്ന് വെച്ചാൽ ഇവിടെ കാഴ്ച പൂർണ്ണമായി പോയി എന്നല്ല, അമിതമായ വെളിച്ചം കൊണ്ട് കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. The train light blinded him. ട്രെയിനിൻ്റെ വെളിച്ചം അവൻ്റെ കണ്ണുകളെ ചിമ്മിപ്പിച്ചു. ആൻഡ് വെൻ ഹി ബ്ലിങ്ക്ഡ്. വെൻ അപ്പോൾ അല്ലെങ്കിൽ സമയത്ത്. ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുക. ബ്ലിങ്ക്ഡ് കണ്ണ് ചിമ്മി.
വെൻ ഹി ബ്ലിങ്ക്ഡ്, അവൻ കണ്ണ് ചിമ്മിയപ്പോൾ. ദ വുമൻ വാസ് ഗോൺ. ദ വുമൻ, ആ സ്ത്രീ. വാസ് ഗോൺ, പോയിരുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷമായി. ദ വുമൻ വാസ് ഗോൺ, ആ സ്ത്രീ പോയിരുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷമായിരുന്നു. ബട്ട് ദ ബ്ലാക്ക് ബാഗ് നൗ ലൈങ് അറ്റ് ഹിസ് ഫീറ്റ്. ബട്ട്, പക്ഷേ, ദ ബ്ലാക്ക് ബാഗ്, ബ്ലാക്ക് കവർ, വാസ് നൗ, നൗ ഇപ്പോൾ, ലൈങ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു, അറ്റ് ഹിസ് ഫീറ്റ്, അവൻ്റെ കാൽക്കൽ അല്ലെങ്കിൽ കാൽ ചുവട്ടിൽ. ബട്ട് ദ ബ്ലാക്ക് ബാഗ് വാസ് നൗ ലൈങ് അറ്റ് ഹിസ് ഫീറ്റ്. പക്ഷേ ആ കറുത്ത ബാഗ് അല്ലെങ്കിൽ കറുത്ത കവർ ഇപ്പോൾ അവൻ്റെ കാൽ ചുവട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. രവി ഫെൽറ്റ് എ കോൾഡ് ചിൽ. He realized then that he wasn't the hero of the story. He looked at his own hands. They were covered in dried mud. The train light blinded him, and when he blinked, the woman was gone. But the black bag was now lying at his feet. രവിക്ക് ആകെ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. താൻ ഈ കഥയിലെ നായകനല്ലെന്ന് അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അവൻ സ്വന്തം കൈകളിലേക്ക് നോക്കി. അവ ഉണങ്ങിയ മണ്ണിൽ കുതിർന്നിരുന്നു. ട്രെയിനിൻ്റെ വെളിച്ചം അവൻ്റെ കണ്ണുകളെ ചിമ്മിപ്പിച്ചു. അവൻ കണ്ണുകൾ ചിമ്മിയപ്പോഴേക്കും ആ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു. പക്ഷേ ആ കറുത്ത ബാഗ് ഇപ്പോൾ അവൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സ്റ്റോറീസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.